ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുമായുള്ള ഏറ്റുമുട്ടലിൽ 2 ജവാന്മാർക്ക് വീരമൃത്യു, 2 പേർക്ക് പരിക്കേറ്റു. ബീജാപ്പൂർ ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 12 മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിച്ചു. മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ജോയ്സ് ഡാനിയൽ വിവരങ്ങളുമായി. ജോയ്സ്, ഇപ്പോൾ എന്താണ് ഛത്തീസ്ഗഡിൽ നിന്ന് വരുന്ന വിവരങ്ങൾ? 2 ജവാന്മാർക്ക് വീരമൃത്യു ഉണ്ടായിരിക്കുന്നു. ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണോ? സ്മൃതി, ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളും ഈ സുരക്ഷാ സേനയുമായ ഏറ്റുമുട്ടൽ കഴിഞ്ഞ മാസങ്ങളായി ഇങ്ങനെ തുടർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന സുരക്ഷാ സേന ആദ്യഘട്ടങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിന് മുതിരുന്നില്ല. പകരം ഒരു നയതരമായ തീരുമാനമാണ് ആദ്യം സ്വീകരിച്ചതെങ്കിൽ പിന്നീട് വലിയ ആക്രമണം ഈ മാവോയിസ്റ്റുകളുടെ ഭാഗത്ത് ഉണ്ടാകുന്നതോട് തുടർന്നാണ് സുരക്ഷാ സേന തിരിച്ചു വെടിവെക്കുന്നത്. അടുത്തിടെ ഇങ്ങനെ നമ്മുടെ ജവാന്മാരുടെ ജീവൻ നഷ്ടമാകുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ പോലും ഈ ഒരു ആക്രമണം തുടരുകയാണ് ഇപ്പോഴും എന്നാണ് പറയുന്നത്. ഇതിൽ 4 പേർക്ക് ആദ്യം പരിക്കേറ്റു എന്ന റിപ്പോർട്ട് വന്നിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയുന്നത് 2 ജവാന്മാർ മരിച്ചിരിക്കുന്നു, 2 പേരെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഈ മാവോയിസ്റ്റുകളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് 12 മാവോയിസ്റ്റുകളാണ് ഇതുവരെ വധിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഈ തിരച്ചിലും ഒപ്പം തന്നെ വെടിവയ്പും തുടരുന്നു എന്നാണ് സംഭവ സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ മാവോയിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് വൻ ആയുധശേഖരം പിടിച്ചെടുത്തു എന്നുകൂടിയാണ് സൈന്യം പറഞ്ഞിരിക്കുന്നത്. ഈ ജവാന്മാരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉടൻ തന്നെ സൈന്യം പുറത്തിറക്കും. ആരൊക്കെയാണ് മരിച്ചതെന്നുള്ള കാര്യം വ്യക്തമാക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയത്. എന്തായാലും ഈ ബീജാപ്പൂർ ജില്ലയിലെ നാഷണൽ പാർക്കിന്റെ ഭാഗമായ വനത്തിലാണ് ഏറ്റുമുട്ടൽ തുടരുന്നത്. വരും മണിക്കൂറിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. എന്തായാലും ഈ ഒരു മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് ഇപ്പോൾ സൈന്യം പറഞ്ഞിരിക്കുന്നത്. ഈ പരിക്കേറ്റ ജവാന്റെ അടക്കം നിലയിൽ പറ്റി വലിയ ആശങ്കകളുണ്ട്. അതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ വരും മണിക്കൂറിൽ ലഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്മൃതി, ശരി. ഛത്തീസ്ഗഡിൽ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു. മാവോയിസ്റ്റുകളും സുരക്ഷാസേനയും തമ്മിൽ 2 ജവാന്മാർക്ക് വീരമൃത്യു, 12 മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിച്ചു.